ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കൊല്ലത്ത് വീട്ടിലാണുള്ളത്. അപ്പോൾ രാവിലെ ആയപ്പോൾ നടക്കാൻ പോകാനൊരു പൂതി. അപ്പം ഞങ്ങൾ പൊതുവെ ഇവിടെ വരുമ്പോൾ നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, ആരൊക്കെയാണ് പോകുന്നേ? ഇവിടെ ശ്രീകുട്ടനുണ്ട്, ദേവനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നാൾ നടക്കാൻ പോയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. നമ്മളിന്നും ഐസ് വളവിലേക്കാണ് പോകുന്നത്. പക്ഷെ നമുക്ക് നേരെ പോയിട്ട് എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, റവ മേടിച്ചു അമ്മയ്ക്ക് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. പൈസയൊക്കെ ഉണ്ട്. ഞങ്ങൾ പയ്യെ നടക്കോട്ടോ. നല്ല വെയിലിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല തണുപ്പുമുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ട് അടിപൊളിയായിട്ട് ഉണ്ട്. നീ ദേടാ, ഞാനിവിടെ വന്ന പിന്നെ അധികം കാണാത്തൊരു സാധനമാണ് ഇത്. കാണിച്ചു തരാം കേട്ടോ. അധികം അങ്ങനെ കണ്ടിട്ടില്ല. തൊട്ടാവാട് നമ്മൾ പലരും ഇങ്ങനെയാണല്ലേ, തൊട്ടാ പെട്ടെന്ന് വാടിപ്പോകുന്നവരെ. പക്ഷെ പാടാൻ പാടില്ല. നാളെ നമ്മൾ നടക്കാൻ പോയല്ലേ ഇതുപോലെ. നല്ല ഡ്രസ്സായിരുന്നു അത്. മണ്ഡലത്തിലൂടെ അല്ല യാത്ര. കുറച്ച് മാസമായി. നാളെ എന്ന് ഉദ്ദേശിച്ചത് ഒരു 5-8 മാസമായിട്ടുണ്ടാവും. പക്ഷെ അപ്പം 5-8 മാസം മുന്നേ അല്ലല്ലോ ഇപ്പം. എന്ത് കൊള്ളാം. അത് ഈ കാണുന്ന ഒരു ഇടയ്ക്കാക്കുന്ന ഒരു ഗ്യാപ്പില്ലേ, ഇത് കണ്ടപ്പോൾ നമ്മുടെ ദേവ നമ്മളോട് എന്താ പറഞ്ഞേ, അവിടെ പിന്നെ അതിലെ പോയാൽ ഒരു ബ്ലംഗ്ലാവുണ്ട്. ആ ബ്ലംഗ്ലാവിൽ ഒരു പ്രേതമുണ്ട്. അതവൻ പറയുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവൻ നമ്മളെ പയ്യെ നടക്കുമ്പോഴത്തേക്ക് അവൻ വേഗം വരുവേ. അവനപ്പുറേ സരിത ചേച്ചിയുടെ കടയിൽ റവ മേടിക്കാൻ പോയി വെക്കുക. അത് മേടിച്ച് കൊടുത്തിട്ട് വരും. കളർ ഇപ്പം മഞ്ഞയല്ലേ? അതതിൻ്റെ അറ്റത്തെ കളറല്ലേ, അറ്റത്തെ കളറ്. മാജിക്. പക്ഷെ അവിടെ നിൽക്കുന്ന കണ്ടാൽ മഞ്ഞായിട്ട് തോന്നില്ല. ശരിയാ. ഞാൻ മെയിനായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇന്നലെ പോയി ഒരു ഫോൺ വാങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് പറഞ്ഞത്, നമ്മളിങ്ങനെ ഈ വീഡിയോസ് എടുത്തും പിന്നെ ഞാൻ അല്ലാതെ വർക്ക് ചെയ്യുന്നതുകൊണ്ടൊക്കെ എനിക്ക് ഫോണിൻ്റെ അത്യാവശ്യമുണ്ട്. കാരണം പെട്ടെന്ന് ഫോൺ ഡാമേജ് ആവാനും ബാറ്ററിയുടെ ഒക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഫോൺ എടുത്തേക്കാം. എടുക്കുമ്പോൾ നല്ലൊരു ഫോൺ എടുക്കണമെന്ന് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു. റെഡി ക്യാഷ് കൊടുത്തൊന്നുമല്ല, EMI ആയിട്ടാണ് മേടിച്ചത്. അത് ഏത് ഫോണാണ് എന്താണെന്നൊക്കെ ചേട്ടയുടെ കുഞ്ഞേച്ചിയുടെയും ചാനലിൽ വരും. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം കേട്ടോ. അപ്പം അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. പക്ഷെ ആ ഫോണിലല്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് സ്ക്രീൻ കാർഡൊന്നും ഒട്ടിക്കാത്തതുകൊണ്ട് കുറച്ച് റേറ്റ് ആയിട്ടുള്ള ഒരു ഫോണായതുകൊണ്ട് ഞാൻ എന്താ പറയുക, അതെടുത്തില്ല വീഡിയോസ് ഒന്നും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ എടുക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു നമ്മളെടുക്കുന്ന വീഡിയോയുടെ സൗണ്ട് കേൾക്കാറില്ല കേട്ടോ. ചില സമയത്ത് എടുക്കുമ്പോൾ ഓഡിയോ ഉണ്ടാവില്ല, വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. തിരിച്ചടയ്ക്കാതിരുന്ന സഖാക്കൾ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ പരിപാടി അതങ്ങ് പോട്ടെ. കാലത്ത് മൺറോത്തുരുത്തിന്റെ രക്ഷയ്ക്ക് പ്രത്യേക പാക്കേജ് എന്ത് അടിപൊളി. എൻ്റെ ബാക്കി വീണ് കേട്ടത്. ബാ മതി, തിരിച്ചു വരുമ്പോൾ ചെയ്യാം. ദേവനെത്തി. ദേവൻ എന്തിടാ? അയ്യതേ അവിടെ പോയി കിടക്കുക. ബാ മതി. അയ്യോ, മഞ്ഞപ്പൂ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഓ കൊള്ളാം. ഓ നല്ല പൂവ. കറക്കുണ്ടടാ.
നല്ല ഭംഗിയുള്ള പൂ. നല്ലതേ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ നേരെ കൂടെ പോകുന്നേ എസ് വളവ്. ബാ, എസ് വളവിന് 8 മാസം മുന്നേ എന്തൊക്കെ മാറ്റം ഉണ്ടായിരുന്നു, അല്ല 8 മാസത്തിന് ശേഷം എന്താ മാറ്റം എന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. ആ 8 മാസം കഴിഞ്ഞ് 8-9 മാസമായി നമ്മൾ അവിടെ പോയിട്ട് അല്ലേ. ഞാനിവിടെ വന്നേ പിന്നെ ഡൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ മുഖത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ ചിരിക്കുന്നേ? ചേടാ സാർ, ഇളം വെയിൽ ഇങ്ങനെ വരുന്നുണ്ടേ. അതാണ് നല്ല രസമാണേ. നീളം വെയിൽ കൊള്ളുന്നതും കൊള്ളാം, നമുക്ക് D3 ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. എന്തുവാ? ശംഖുപുഷ്പം. പൂമാരുള്ളപ്പോൾ ഇങ്ങനെ നടക്കാൻ പോകാൻ നല്ല രസമാണ്. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു പോകാൻ. അപ്പോൾ ഇവന്മാരെ എൻ്റെ അടുത്ത് എൻ്റെ ഏജ് ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗെസ് ചെയ്യാനേ. അപ്പോൾ രണ്ടുപേരിൽ ആര് ഗെസ് ചെയ്യുന്നത് കറക്റ്റ് പ്രായം പറയുന്നത് അവർക്കൊരു സമ്മാനം ഉണ്ടേ. 23. 2 ഓപ്ഷനുള്ളൂ, ഓർമ്മയോടെ പറയാം. 22. ഇനി നീ പറ. 20. 25. രണ്ടുപേരും പറഞ്ഞു തെറ്റാ. അപ്പം നിങ്ങൾ ഗസ് ചെയ്യട്ടെ എനിക്ക് എത്ര വയസ്സുണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തൊരു സുഖം എന്ന് പറയുന്നത്, കാറ്റും കറ ലെവല് ആ വെയിലൊക്കെ അടിക്കുമ്പോൾ. അവിടെ ചെന്നിട്ട് കാണാം. നമുക്ക് കുറച്ച് നേരം മത്സ്യ കർഷക സൊസൈറ്റിക്ക് ലഭിച്ച 2 ഫിഷിംഗ് ബോട്ടുകൾ വിറ്റ് പുട്ടടിച്ച CPM സഖാക്കൾ. പെരുങ്ങാലത്ത് നീറ്റുകക്ക സൊസൈറ്റി ആരംഭിച്ച് സ്വന്തം വീട്ടുകാർക്ക് സ്ഥിര ജോലി നേടിയെടുത്ത CPM നേതാക്കന്മാർ. ക്ഷേമ പെൻഷനുകൾ വിതരണം ഏറ്റെടുത്ത് ആദായം കൈപ്പറ്റുന്ന ഇപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറിയും മുൻ സെക്രട്ടറിയും അങ്ങോട്ട് ഈ ഇലക്ഷൻ വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റം പറച്ചിലും അതൊക്കെ ഒരു സ്ട്രാറ്റജിയാടാ. ഇഷ്ടംപോലെ കുഞ്ഞു ഇഷ്ടംപോലെ പോണ്ടായിരുന്നു. ഇപ്പോൾ എന്നതാ ഇഷ്ടംപോലെ വലിയ കരിമീൻ ഞാൻ കണ്ടത്. ഇഷ്ടംപോലെ അങ്ങോട്ട് ഓടി കാണും. വാ, അതങ്ങനെയാടാ, അതൊരു പ്രൊസീജിയറാണ്. കാരണം പ്രചരണം ചെയ്താലേ ഇപ്പം ഞാൻ നിൽക്കുന്നത് നിനക്കറിയില്ലല്ലോ. എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ മറ്റേ പാർട്ടിയെക്കുറിച്ച് കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞ് എന്നെയൊക്കെ ഞാൻ വന്നാൽ നിങ്ങൾക്ക് ഇന്നത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അന്ന് അവർ അത് വേറൊരു വശം, ജയിക്കുമ്പോൾ ഒന്നും തെറ്റില്ലാത്ത. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇലക്ഷനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമല്ലേ. ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റ് എനിക്ക് ഭയങ്കര ഹോം സ്റ്റേ ആണ്. ആൾക്കാരുണ്ടോ? ദേവൻ. അപ്പോൾ ഞങ്ങൾക്കിടെ കയ്യിൽ ആകെയുള്ളത് 10 രൂപയാണ്. എന്നാൾ പോയപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ 2 ബിങ്കോ മേടിച്ചിട്ട് ഷെയർ ചെയ്യും. അക്കൗണ്ടിലും പൈസ ഉറപ്പില്ല. നല്ല കാറ്റും അടിപൊളി.
അവൻ പേടിച്ചോടിയതാ. ഞാൻ ധൈര്യശലിയ. അതെ നല്ല രസം കേട്ടോ. അതെ കക്ക വരാൻ വരുന്നതായിരുന്നു ആക്ച്വലി. അതിന് തലയും കുത്തി. ഓഹോ സൈഡിൽ കൂടെ കുഞ്ഞു കുഞ്ഞു വള്ളം, കുഞ്ഞു കുഞ്ഞു വെള്ളമല്ല വലിയ വള്ളങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. ഇത് ഫോൺ, ഐഫോൺ. ഏതാ ഒന്നൂടെ പറ. ഇത് ഫോൺ, ഐഫോൺ. അയ്യോ ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. ഒന്നൂടെ ഒരു പ്രാവശ്യമാണ് ഞാനൊന്ന് ചിരിക്കട്ടെ. ഒന്ന് മനസ്സിൽ നിന്ന് അറിഞ്ഞ് ചിരിക്കാൻ വേണ്ടി ഒന്നൂടെ കാണിക്കും. അയ്യോ അയ്യോ അങ്ങനെ ചിരിക്കണ്ട. നമ്മളിത് അങ്ങനെ വളവെത്താറായി ഗായ്സ്. ഇത് കേസ് മുകേഷ്. അയ്യോടാ ഷൂട്ട് പണ്ണ ഷൂട്ട് കേസ്. അടുത്ത് മുറുക്കിയ മുരുകേഷ്. അയ്യോ എനിക്ക് ഈ അടിപൊളി വ്യൂ ആണേ. കാണിച്ചു തരാം. വേണ്ട എൻ്റെ കയാക്കിൽ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അതെ ഷോക്കല്ലോ. ഇത് പാൻറ്, ലീഫ്, എലിഫന്റ്. ഇത് പാന്റ്, ഇതല്ല എലിഫന്റ്. അല്ല ഇത് ലീഫ്, ഇത് പാന്റ്. പോയി. ഓ അടിപൊളി കേട്ടോ. ഇന്നാളത്തെ പോലെ തന്നെ വെള്ളം കയറി ഏറ്റവും. ഓ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ചെരുപ്പിട്ട് തന്നെ ഇറങ്ങാം അല്ലേ? വാവ് ഉപ്പുള്ളതുകൊണ്ട് ചെരുപ്പൊക്കെ വേഗം ചീത്തയായി പോകും കേട്ടോ. അതിലെടുത്ത് പിടിക്കണോ? വേണ്ട, നല്ല എടുത്തോണ്ട് പോയാലോ. എന്നാ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം ചെരുപ്പ്. അടുപ്പിച്ചടുപ്പിച്ച് അവിടെ ആക്കാം. കുഞ്ഞ പമ്പ വരെ പോയിട്ടുണ്ട്. അവിടെ നീങ്ങി നടക്കണത്. എനിക്ക് വയ്യാട്ടോ, എനിക്ക് നീന്താനും കൂടെ അറിഞ്ഞൂടാ. എനിക്ക് നീന്താനേ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങളത് ഹെസ്വളവിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും നല്ലപോലെ വെള്ളം കയറ്റമാണ്. രാവിലെ ഇപ്പോൾ ഏറ്റവും ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളമുണ്ട്. നല്ല രസമായിട്ട് ഇതിന് നടക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ അപ്പുറം ഊരി വെച്ചു. ദേവനാണ് വീഡിയോസ് എടുക്കുന്നത്. ശ്രീകുറിന് ഞാൻ ദേവനും കൂടി ആയിട്ട് വന്നേക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അപ്പുറം വരെ പോയി നോക്കാം. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കുന്നത്. എന്ത് രസം. ഭാവി ഉണ്ടാവൂടോ. നിനക്ക് യൂട്യൂബ് ഉണ്ടല്ലോ, അവനെന്താ വീഡിയോ ഇടട്ടെ ഇടുന്നുള്ളല്ലേ? കുഞ്ഞ് കാണാതെ തന്നെ ഒറ്റ ഇങ്ങോട്ട് നീക്കി എടുക്കാനായിരിക്കും. അപ്പോൾ ഇതേ കൊട്ടാഞ്ചി കിടപ്പുണ്ട് കേട്ടോ. കൊട്ടാഞ്ചി ഉണ്ട്, ബോട്ടുണ്ട്, പെഡൽ ബോട്ട്, പിന്നെ വെള്ളം. വാ നല്ല കാറ്റുണ്ട്, നല്ല രസമാണേ. അങ്ങനെ ഇപ്പം പുരോഗമനം എന്ന് പറഞ്ഞാൽ കുറേ ഡെവലപ്മെൻറ്റ് വന്നു. കുറേ പെഡൽ ബോട്ട് വന്നു, അതുപോലെ കയാക്ക് വന്നു. കുറേ ടൂറിസം കുറച്ചും കൂടെ മെച്ചപ്പെട്ടു കേട്ടോ.
എന്താ ഭംഗിയല്ലേ. നമുക്കൊരു ദിവസം കയാക്കിൽ ഇന്ന് വരാമെന്ന് ഓർത്തായിരുന്നു. പക്ഷെ നല്ല വെള്ളം ഏറ്റവുമാണ്. പിന്നെ ഞാനും 2 എടുക്കേണ്ടി വരും. 2 പേർക്ക് ഒരെണ്ണം സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. അപ്പോൾ സിംഗിളിൻ്റെ അകത്ത് ഒരാളും ഡബിളിൻ്റെ അകത്ത്. അപ്പം നമുക്ക് 2 വേണമല്ലോ. അയ്യോ എടാ ആശ്രയിക്കട്ടെ അവിടെ നീ ഇറങ്ങണ്ട. അതെ ചാടി എന്നാണ് എനിക്കൊക്കെ പോയി കേട്ടോ. ഞാനോടും പേടിച്ച്. അപ്പോൾ നമ്മളിത് ഇവിടെ സെൻറ്ററിൽ വന്ന് നിൽക്കാട്ടോ. ചിലവിൽ ഇനി ഉണ്ട്. സെൻറ്റർ മീൻസ് നമ്മൾ ഒരു കടയുടെ അടുത്ത് വന്ന് നിൽക്കാട്ടോ. ഇവിടെ വേറെ സ്ഥലമാണ് അങ്ങോട്ട്. ആ മറ്റേ അവിടെ വഞ്ചുണ്ടല്ലേ ഇരിക്കാനുണ്ടല്ലേ. അങ്ങ് പോകണ്ട കേട്ടോടാ. വീഡിയോ ഫോണിൽ ചാർജില്ല. 15% ഉള്ളൂ. 15 കയാക്ക് കടൽ പോക്ക്. പോവാൻ നോക്കട്ടെ. ഇവിടുന്ന് വീഡിയോ എടുക്കട്ടെ. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മേൽ കയറിയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. എങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടവരും കാണുക. എല്ലാവരും ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടതിൽ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നേക്കുമായിരുന്നു. അത് കുട്ടികളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി അതെന്തോ കമ്മ്യൂണിറ്റി ഇഷ്യൂസ്. അപ്പോൾ അതിൻ്റെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ഓഫായിപ്പോയിരുന്നേ. എടാ അതിലിട്ട് വെച്ചേക്കുന്നതായിരിക്കും ഇവിടെ. എന്നാ വിട്ടോ, തിരിച്ചു വിട്ടോ. ഗോഗു അതെ എങ്ങോട്ട് വിട്ടു വരാം. ഇതൊക്കെ നല്ല രസമാണ്. പക്ഷെ രസം എന്ന് പറയാൻ കാണുന്നവർക്കുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് അങ്ങനെയല്ല. സ്ഥിരം വെള്ളം കയറ്റുമൊക്കെ കഴിയുമ്പോൾ എത്ര ദുരിതമായിട്ടുള്ള ലൈഫ് അവർ നയിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അതാ ഞാൻ പറഞ്ഞു. വീടിൻ്റെ ഉള്ളിൽ വെള്ളം അറിയാലോ. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമ്പോഴുള്ള നമ്മുടെ ബുദ്ധിമുട്ട്. ഇതിവിടെ പൂട്ടിയിട്ടേക്കുക. ഞാൻ അങ്ങോട്ട് പോകണ്ടടാ. വെള്ളം ദേ എൻ്റെ മുട്ടിൻ്റെ ഇവിടം വരെ ഉണ്ട്. മുട്ടല്ല, കാലിൻ്റെ അത്രയുണ്ട് കേട്ടോ. എൻ്റെ ശ്രീകുട്ടൻ അവിടെ എത്തി. ഞങ്ങൾ പയ്യെ നടക്കുന്നുള്ളേ. ഇവിടെയൊക്കെ ഓരോ വീടുകളും പിന്നെ ഇതിൻ്റെയൊക്കെ റിസോർട്ടുകളൊക്കെയാണേ. അതുപോലെ ചക്ക കാച്ചി കിടപ്പുണ്ട് കേട്ടോ. ആർക്ക് വേണം ചക്ക? എന്താ പത വന്നേക്കുന്നുണ്ടോ? വെള്ളം അടിച്ചടിച്ചടിച്ച്. ഇതേ ചക്ക അല്ല കേട്ടോ, ആർട്ട് വർക്കാണേ. എന്തടാ അതെ വെള്ളം ഉണ്ടാക്കുന്നത് അവിടെ. ബാ തിരിച്ചു പോവാ. എടാ എൻ്റെ ഫോണിൽ ചാർജും ഇല്ലടാ. വാടാ, വിളിച്ചാൽ അറിയില്ല. ബാ മതി ഇന്ന് വാടാ. അപ്പോൾ ഇതിൻ്റെ താഴത്തോടെ പോകുമ്പോൾ കുനിഞ്ഞ് വേണം കേട്ടോ പോകാനായിട്ട്. വെള്ളമൊക്കെ പോകുമ്പോഴേ ചേട്ടങ്ങനെയേ നമുക്കിപ്പോൾ ഇതിലെ കാണാം.
ഇറങ്ങി ഓട്ടർ പോയി പയ്യുന്നു ലൂലേടി ഇപ്പൊ നിന്നെ പറ്റിച്ചില്ല ഞങ്ങള്. പേടി വീണ പിന്നെ തോട്ട് വീഴും. അതെ, കൊട്ടാഞ്ചി കണ്ടപ്പോ ശ്രീകുണ്ണ എൻ്റെ അതായി. ഞങ്ങൾ രണ്ടുപേരും പോയി ഓരോ ലേസൊക്കെ മേടിച്ചു വലിയ വാടാ. ഒരു ജങ്കാറ് പോലുള്ളൊരു ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. ജങ്കാറ് പോലത്തെ എല്ലാവരും എന്തോ പറയും എനിക്കറിയില്ല. ആ ഷെഡാണ് സത്യം. ശരിക്കും ഷെഡ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ അകത്തേക്കുള്ള ടൂൾസൊക്കെ വെക്കാൻ ജങ്കാറിൻ്റെ പെഡലും അതൊക്കെ വെക്കുന്നതാണ് കേട്ടോ. ആ ജങ്കാറ് പോട്ടെ, കയാക്കിൻ്റെ. സോറി, ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നത്. ഇതിൻ്റെ അകത്ത് 2 പേർക്ക് ഇരിക്കാവുന്നതാണേ. ഇത് ഡബിളാ. ഇവിടെ സുബൈ വിലാസത്തിൽ സജീവ്. ലിജി സുജിത്തിനെ അറിയോ? ആ ശരി. ഞങ്ങൾ എക്സ്ചേഞ്ചിൻ്റെ അവിടെയാ. അപ്പോൾ നമ്മൾ എന്താ മേടിച്ചേ? കപ്പലണ്ടി മുട്ടായി. നമ്മൾ ഇടുക്കിയിൽ കടല മിഠായി എന്ന് പറയും, ഇവർ കപ്പലണ്ടി മിഠായി എന്ന് പറയും. അപ്പം ശ്രീകുട്ടൻ നേരെ പോയി ഊഞ്ഞാലിരിക്കാൻ പോകുന്നതാണേ. ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനൗൺസ്മെൻറ്റും ഉണ്ട്, ക്യാമറയായി, ലൈറ്റായി. അതെ, ഇടരുത്. അവിടെ ഇതേ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇരിക്കണം. അവിടെ ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. ഞങ്ങളിത് ഇവിടെ വന്നിരിക്കാൻ കേട്ടോ. എന്തോ തഗ് പറയുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. എന്തായാലും നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും വീഡിയോസ് വരാൻ പോകുന്നു. ഇവന്മാരിന്ന് പോകുമല്ലോ. ഇവന്മാരുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് എവിടെയെങ്കിലും കൂടെ പോകും. ഇത് കുറച്ച് പരിപാടികൾ. ഇന്ന് പോവില്ല, നാളെ രാവിലെ സ്കൂളിൽ പോകണമല്ലോ. നാളെ ഇല്ലേ? നാളെ ഇലക്ഷൻ ആണല്ലോ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും അത് ഞാൻ മറന്നുപോയി, 9-ാം തീയതി എന്നുള്ളത്. ഓക്കെ, അതെന്തിനാവട്ടെ, ഇലക്ഷനൊക്കെ അതിൻ്റെ രീതിയിൽ നടക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? പിന്നെ എന്നാ ചെയ്യണ്ടേ? കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.